എല്ലാ മുന്നണികളും ആശങ്കയോടുകൂടിയും നിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ഫലം അറിയുന്നിടം വരെയും മുൾമുനയിൽ തന്നെയാണ്. ഫലം അറിഞ്ഞു കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില മാറ്റങ്ങളുടെ തുടക്കവും നിലമ്പൂരിൽ നിന്ന് തന്നെ കുറിക്കും. ഈ തെരഞ്ഞെടുപ്പ് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. PV അൻവർ അഴിച്ചുവിട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. സ്വയം വരുത്തി വെച്ച തെരഞ്ഞെടുപ്പെന്നൊക്കെ ചിലരിതിനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞു. മികച്ച രീതിയിൽ വോട്ടിങ്ങും നടക്കുകയും ചെയ്തു. അപ്പോൾ മുന്നണികൾക്കൊക്കെ അവരുടെ പതിവ് പോലെയുള്ള പ്രതീക്ഷകളും ഉറപ്പും വീരവാദങ്ങളും ഒക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെ ഒരു 11 മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യും. എന്തായാലും പൊതുവെ UDFൻ്റെ ഒരു കോട്ടയായിട്ടുള്ള നിലമ്പൂർ മുൻകാലങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നത് അതാണ്. ഏറെക്കാലം കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഒരു മണ്ഡലം. അത് 2016 CPM സ്വതന്ത്രനായ PV അൻവറിനെ നിർത്തിയാണ് LDF നേടിയെടുത്തത്. 21 അത് ആവർത്തിച്ചു. പിന്നീടാണ് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു വഴിത്തിരിവ് അൻവർ ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ UDF ഒരു പരമ്പരാഗതമായി അവരുടെ ഒരു കോട്ടയായതുകൊണ്ടും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കും കിട്ടിയ വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലം UDFന് അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കോൺഗ്രസ് നയിക്കുന്ന UDF. പ്രത്യേകിച്ച് കോൺഗ്രസിനും ലീഗിനുമാണ് ഇവിടെ ഏറ്റവും അധികം ഒരു മേൽക്കൈ ഉള്ളത്. നാളെ വോട്ടെണ്ണൽ നടക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്താണ്. UDFൻ്റെ കോട്ടയാണ് ഈ വഴിക്കടവ് പഞ്ചായത്ത്. അവിടുത്തെ വോട്ടെണ്ണുമ്പോൾ ഇവിടെ ഒരു 3000 വോട്ടിൻ്റെ ലീഡാണ് UDFൻ്റെ കണക്കുകൂട്ടൽ. ഇടത് സ്വതന്ത്രനായി PV അൻവർ മത്സരിച്ചപ്പോൾ 2 തെരഞ്ഞെടുപ്പിലും അൻവറിനായിരുന്നു ഇവിടെ ലീഡ്. 2016 ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് മത്സരിച്ചപ്പോൾ 2162 വോട്ടായിരുന്നു ഇവരുടെ ലീഡ്. പിന്നീട് അന്ന് 11504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അൻവർ വിജയിച്ചത്. 2021 വരുമ്പോൾ VV പ്രകാശിനെതിരെ മത്സരിച്ചപ്പോൾ വഴിക്കടവിൽ 35 വോട്ടിന്റെ മുൻതൂക്കം മാത്രമാണ് അൻവറിന് ലഭിച്ചത്. ഭൂരിപക്ഷം അന്ന് അൻവറിന് 2700 കുറയുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവർ മത്സരിക്കുന്നുണ്ട്, CPM ഉണ്ട്, UDF ഉണ്ട്, BJP നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരമെന്നും കൂടി പറയാം. പിന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തും കൂടുതൽ വോട്ടർമാരുള്ളതും വഴിക്കടവിലാണ്. ഈ വഴിക്കടവിലും ചുങ്കത്തറയിലുമാണ് അൻവറിന് കൂടുതൽ സ്വാധീന ശക്തിയായിട്ടുള്ളിടം. അതുകൊണ്ട് അൻവർ അവിടുത്തെ വോട്ട് ഏതു തരത്തിൽ പിടിക്കും എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇനി വഴിക്കടവിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയാൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ തകരുകയും ചെയ്യും. അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 15,000 മുതൽ 20,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. സ്വരാജിൻ്റെ ഭൂരിപക്ഷം പാർട്ടി തന്നെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി പറയുന്നത് 1630 വോട്ടെന്നുള്ളതാണ്. അൻവർ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നതും വഴിക്കടവിൽ നിന്നാണ്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഇടം കൂടിയാണ് വഴിക്കടവ്. ഇവിടെ അടി പതറിയാൽ 12,000 മുതൽ 15,000 വോട്ട് വരെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് UDFൻ്റെ കണക്ക് കൂട്ടൽ. ആകപ്പാളും വോട്ട് വിഹിതം വഴിക്കടവിൽ കൂടിയാൽ 20,000 ഭൂരിപക്ഷം ഉയർന്നേക്കും എന്നുമാണ് അവരുടെ കണക്ക് കൂട്ടൽ.
ഈ വഴിക്കടവ് പഞ്ചായത്തിലെ മരുതയിലെ 2-ാം നമ്പർ ബൂത്തിലെ വി പാറ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് രാഷ്ട്രീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അതുവരെ പോൾ ചെയ്ത 48 വോട്ട് പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്ലിപ്പുകൾ എണ്ണിയപ്പോൾ 42 വോട്ടും UDF-നാണ് വഴിക്കടവില് കാണിക്കുന്നത്. വഴിക്കടവിലെ ട്രെൻഡ് അനുകൂലമാണെന്നാണ് സൂചന UDF ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നത്. പിന്നീട് വോട്ടെണ്ണുന്നത് UDF-ന്റെ തന്നെ ഘടകകക്ഷിയായ ലീഗിന്റെ ശക്തി കേന്ദ്രമായ മൂത്തേടം പഞ്ചായത്തിലേക്കാണ് പോകുന്നത്. അവിടെ കുറഞ്ഞത് ഒരു 2500 വോട്ടിന്റെ ഭൂരിപക്ഷം നേടും എന്നുള്ള കണക്കുകൂട്ടൽ UDF-ന് ഉണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും UDF പിന്നോട്ട് പോയപ്പോൾ, അതായത് 2016-ലും 2021-ലും പിന്നോട്ട് പോയപ്പോൾ പിടിച്ചു നിന്നത് മൂത്തേടം പഞ്ചായത്തിലാണ്. പിന്നെ വഴിക്കടവും മൂത്തേടവും കൈവിട്ട് കഴിഞ്ഞാൽ UDF-ന്റെ നില പരിങ്ങല്ലാവും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ LDF 1630 വോട്ടിന് ജയിക്കും എന്ന് പറയുന്ന ആ അഭിപ്രായം അല്പം ശക്തി കൂടുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും LDF-ഉം UDF-ഉം അവർ ഉറച്ചങ്ങ് നിൽക്കുകയാണ് വിജയപ്രതീക്ഷയിൽ. പക്ഷേ പതിവിലും കൂടുതലായിട്ട് മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു മ്ലാനതയാണ് LDF കേന്ദ്രങ്ങളിലുള്ളത്. UDF കേന്ദ്രങ്ങളിൽ ഒരു അമിത പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായി നിൽക്കുന്ന ആ ഭരണവിരുദ്ധ വികാരം വേണ്ട തരത്തിൽ മുതലാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അത് 2 ഇടങ്ങളിലേക്ക് പോകാം. ഒന്ന് UDF-ലേക്ക് പോകും, മറ്റൊന്ന് PV അൻവറിലേക്കും പോകും. കാരണം അൻവർ പിണറായി വിജയനെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഷൗക്കത്തിന്റെ വിജയം ഉണ്ടായാലും അത് അൻവറിന്റെ വിജയമായിട്ട് ഇനിയിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം അൻവർ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് ഇവിടെ UDF വിജയിച്ചു കഴിഞ്ഞാലും അൻവറിന് പിന്നീട് UDF-ലേക്കുള്ള പ്രവേശം ഏത് തരത്തിലാകുമെന്നുള്ളതും വലിയ ചർച്ചയാകും. അൻവർ ആദ്യ സമയത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് അൻവർ UDF-ലേക്ക് പ്രവേശിക്കും എന്നുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം പാളിപ്പോയി. VD സതീശന്റെ ഒറ്റ പിടിവാശിയിൽ അൻവറെ മുറ്റത്ത് തന്നെ നിർത്തി. അങ്ങനെ മഴയും വെയിലും എല്ലാം കൊണ്ട് അൻവർ അങ്ങനെ നിന്നു. ഇനിയിപ്പോൾ പ്രവേശം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന KK രമ പോലും ഇതിനകത്തെ ഒരു ഔദ്യോഗിക ഘടകകക്ഷി ആയിട്ടില്ല. പല കാര്യങ്ങളിലും പിന്താങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവിയും UDF-ന്റെ 2026-ലെ ഭരണത്തോട് എത്രത്തോളം അടുക്കുന്നു എന്നുള്ളതിൻ്റെ ഫലവുമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കാണാൻ പോകുന്നത്.